നമസ്കാരം. 2013 ഒക്ടോബറിൽ ഒരു യൂണിറ്റിന് വെറും $121 വിലയുണ്ടായിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് 2021 മെയ് 5-ാം തീയതി $56,640 എത്തി നിൽക്കുകയാണ്. 2030 ആകുമ്പോഴേക്കും $1,00,000 മുകളിലായിരിക്കും ഒരു ബിറ്റ് കോയിൻ്റെ വില എന്നും 2050 എത്തുമ്പോഴേക്കും $10 മില്യൺ കൂടുതലായിരിക്കും ഒരു ബിറ്റ് കോയിൻ്റെ വില എന്നൊക്കെയാണ് പ്രഡിക്ഷൻസ്. എന്താണ് ബിറ്റ് കോയിൻ? എങ്ങനെയാണ് ബിറ്റ് കോയിൻ്റെ പ്രവർത്തനം? എന്താണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലും ബിറ്റ് കോയിൻ്റെ നേട്ടങ്ങളെ സംശയത്തോടെ വീക്ഷിക്കുന്നത്? നമ്മളെപ്പോലുള്ള ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, ഡെപ്പോസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഇത്രയും വാല്യൂ കുത്തനെ മേലോട്ട് പോകുന്ന ഈ ബിറ്റ് കോയിൻ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണോ? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ബിറ്റ് കോയിനെ കുറിച്ച് അറിയുന്നതിനേക്കാളും മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ടേമാണ് ക്രിപ്റ്റോ കറൻസി. ക്രിപ്റ്റോഗ്രഫി, കറൻസി എന്നീ രണ്ട് വേർഡ്സിൻ്റെ കോമ്പിനേഷനാണ് ക്രിപ്റ്റോ കറൻസി. കറൻസി നമുക്കറിയാം. ക്രിപ്റ്റോഗ്രഫി എന്താണ്? ക്രിപ്റ്റോഗ്രഫി സാധാരണ ടെക്സ്റ്റിനെ നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ എൻക്രിപ്റ്റിംഗ് ടെക്നോളജീസ് ഉപയോഗിച്ച് എൻക്രിപ്റ്റ് ചെയ്യുകയും ആവശ്യത്തിന് ഇത് തിരിച്ചെടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ക്രിപ്റ്റോഗ്രഫി. അതായത് ഡാറ്റ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റിൽ സ്റ്റോർ ചെയ്യാനും അത് സെൻഡ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണിത്. ശ്രദ്ധിക്കുക, ഈ സെൻഡ് ചെയ്യുന്ന ഡാറ്റ ആർക്കാണോ റിസീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആരാണോ റിസീവ് ചെയ്യുന്നത് അയാൾക്ക് മാത്രമേ അതിനെ ഡീകോഡ് ചെയ്ത് അതിനെ റീഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അത്രയും സെക്യൂർഡ് ആയിട്ടുള്ള എൻക്രിപ്റ്റിംഗ് പ്രോസസ്സാണ് ക്രിപ്റ്റോഗ്രഫി. അപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് ക്രിപ്റ്റോഗ്രഫി ആൻഡ് കറൻസി അല്ലെങ്കിൽ ക്യാഷ്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ ഫോം ഓഫ് ക്യാഷ്, അതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരു എക്സാമ്പിൾ പറയാം. ഇന്ത്യയിലുള്ള എക്സ് എന്ന് പറയുന്ന ഒരാൾ അമേരിക്കയിലുള്ള വൈ എന്ന് പറയുന്ന ഒരാൾക്ക് കുറച്ച് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എന്തായിരിക്കും ആദ്യം ചെയ്യുക? തീർച്ചയായും എക്സ് ഒരു ബാങ്കിനെ കോൺടാക്ട് ചെയ്യണം, എന്നിട്ട് ഇന്ത്യൻ റുപ്പീസ് $US കൺവേർട്ട് ചെയ്യണം, എന്നിട്ട് വൈയുടെ ഡീറ്റെയിലുകളെല്ലാം കൊടുത്ത് സെൻഡർ ആയിട്ടുള്ള ആളുടെ എക്സിൻ്റെ ഡീറ്റെയിൽസും കൊടുത്ത് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിലുകളും എല്ലാം ബാങ്കിന് ട്രാൻസ്ഫർ ചെയ്ത് ബാങ്ക് ഒരു പ്രോസസ്സ് നടത്തി കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ എക്സിൻ്റെ കയ്യിൽ നിന്നുമുള്ള ഫണ്ട് വൈയിലേക്ക് ട്രാൻസ്ഫർ ആവുക. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു ഫണ്ട് ട്രാൻസ്ഫർ ആവുക. അപ്പോൾ അവിടെ ഉള്ളൊരു പ്രത്യേകത, എക്സിനും വൈക്കും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഉണ്ട്. ഈ ഒരു ഇൻ്റർമീഡിയറി ആയ ബാങ്ക് ഈ ഇൻ്റർമീഡിയറി വർക്ക് ചെയ്യുന്നതിന് ഒരു എമൗണ്ട് ചാർജ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനി ക്രിപ്റ്റോ കറൻസിയിലേക്ക് നമുക്ക് വരുമ്പോൾ എക്സിനും വൈക്കും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറി ഇല്ല എന്ന് സങ്കല്പിക്കാം. എക്സ് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അമേരിക്കയിലുള്ള വൈക്ക് ഡയറക്റ്റ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ്, അതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് നമുക്ക് കൃത്യമായി സിമ്പിളായി മനസ്സിലാക്കാം. അതായത് ഡിജിറ്റൽ ഫോം ഓഫ് ക്യാഷ്, സെൻഡർ ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ഇടനിലക്കാരില്ലാതെ റിസീവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണ് ക്രിപ്റ്റോ കറൻസി. തീർച്ചയായും അതിനകത്ത് ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ടാവും അല്ലേ? ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഇൻ്റർമീഡിയറീസ് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഒന്നാമത്തെ അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാം ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഇല്ല. അതായത് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിലേക്കുള്ള ആ ഒരു ബുദ്ധിമുട്ട്, ജിയോഗ്രഫിക്കൽ ബാരിയേഴ്സ്, ഇവിടുന്ന് എവിടേക്ക് വേണമെങ്കിലും വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. മൂന്നാമത് ഇൻ്റർമീഡിയറീസ് ഇല്ല എന്ന് പറഞ്ഞു. ഇൻ്റർമീഡിയറീസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇൻ്റർമീഡിയറീസിന് കൊടുക്കേണ്ടതായ ചാർജ് കുറവാണ്. നാലാമത് ഏറ്റവും ഫാസ്റ്റായിട്ട് ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ആ പ്രോസസ്സ് നടക്കും. ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടെങ്കിലും എല്ലാ ക്രിപ്റ്റോ കറൻസികൾക്കും അവരുടെ ട്രാൻസ്ഫറിൻ്റേതായ സ്പീഡ് കാര്യങ്ങളൊക്കെ കൂടുതലോ വ്യത്യാസങ്ങളൊക്കെ ആയിരിക്കാം. എന്നാലും ഏറ്റവും മാക്സിമം സമയം 10 മിനിറ്റിനകത്ത് തന്നെ എവിടെ നിന്നും എവിടേക്ക് വേണമെങ്കിലും ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇനി ഡിസഡ്വാൻറ്റേജസ് നോക്കാം. തീർച്ചയായും ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഒരു തവണ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു, അത് തെറ്റിപ്പോയാൽ അത് ഒരിക്കലും തിരിച്ചെടുക്കാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്ത ഫണ്ട് ഇറിവേഴ്സിബിൾ ആണ്. ഫോർ എക്സാമ്പിൾ എക്സ് വൈക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ട ഒരു ഫണ്ട് തെറ്റി സെഡിന് പോയി എന്ന് കരുതാം. അങ്ങനെയെങ്കിൽ എക്സിന് ഈ സെഡ് ആരാണ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ഫണ്ട് തെറ്റിപ്പോയത് തിരിച്ചെടുക്കാൻ സാധിക്കില്ല. സെഡിന് എവിടുന്നോ ഫണ്ട് വന്നു, ഇത് എവിടുന്ന് വന്നു എന്നറിയാനുള്ള യാതൊരു മാർഗവും സെഡിനില്ല. അതുകൊണ്ട് തന്നെ സെഡിന് പൈസ തിരിച്ചു കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് വലിയ ഒരു ന്യൂനത തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസി സിസ്റ്റത്തിൻ്റെ. അടുത്ത പ്രധാനപ്പെട്ട ഒരു ന്യൂനത എന്ന് പറയുന്നത് സെൻഡേഴ്സിൻ്റെയും റിസീവേഴ്സിൻ്റെയും പേരൊന്നും വെളിപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ ചുറ്റുമുള്ള അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്തുള്ള ആർക്കും തന്നെ ആരാണ് സെൻഡർ ആരാണ് റിസീവർ എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല.
അതുകൊണ്ട് തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് ഇത് യൂട്ടിലൈസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ മിസ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ, അതായത് ഏതാണ്ട് 4000-ലധികം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ട് എന്നാണ് വെപ്പ്. അതിൽ പ്രധാനപ്പെട്ട ചില ക്രിപ്റ്റോ കറൻസികൾ ഇതറിയം, ബിനാൻസ് കോയിൻ, ഡോജ് കോയിൻ, XRP, ടെതർ, ബിറ്റ് കോയിൻ, ഇങ്ങനെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഇതിനകത്ത് സ്റ്റാർ എന്തായാലും ബിറ്റ് കോയിൻ എന്ന ഒരു ക്രിപ്റ്റോ കറൻസി തന്നെയാണ്. ഡെപ്പോസിറ്റേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള യുവാക്കൾക്ക് ഏറ്റവും ജനപ്രിയമായതും ഏറ്റവും താല്പര്യമുള്ളതും എന്നാൽ മറ്റുള്ളവർക്ക് ഒരല്പം സംശയത്തോടെ അല്ലെങ്കിൽ ഒരല്പം പേടിയോടെ മാത്രം വീക്ഷിക്കുന്നതുമായ ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. ഇനി 2 ചോദ്യങ്ങൾ. ഒന്ന്, ഇന്ത്യയിൽ ബിറ്റ് കോയിൻ യൂസേജ് വാലിഡ് ആണോ, ലീഗലി വാലിഡ് ആണോ? 2, ഇന്ത്യയിൽ ബിറ്റ് കോയിൻ യൂസേജ് ഒരു വിനിമയ സാധുതയുള്ള ഒരു ഉപാധിയായി കണക്കാക്കിയിട്ടുണ്ടോ, അതായത് ഒരു ലീഗൽ ടെൻഡർ ആയി കണക്കാക്കിയിട്ടുണ്ടോ? ഈ 2 ചോദ്യങ്ങൾക്ക് ഉള്ള ഉത്തരം കിട്ടുമ്പോൾ തന്നെ നമുക്ക് ബിറ്റ് കോയിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ വരും. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, അതായത് ബിറ്റ് കോയിൻ ലീഗലി വാലിഡ് ആണോ? തീർച്ചയായും ലീഗലി ബിറ്റ് കോയിൻ ഇന്ത്യയിൽ വാലിഡ് ആണ്. 2018 ഏപ്രിൽ 6-ാം തീയതി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്കുകൾക്ക് മീതെ ഒരു ബാൻ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ബിറ്റ് കോയിൻ ഏജൻസികളുമായി ബാങ്കിങ് ഇടപാടുകളോ ട്രാൻസാക്ഷൻസോ നടത്തുന്നത് ഇല്ലീഗലാണ് എന്ന ഒരു കൺസിഡറേഷനിൽ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2018 ഇങ്ങനെ ഒരു ബാൻ കൊണ്ടുവന്നത്. ഈ ബാൻ 2020 മാർച്ച് ആയപ്പോഴേക്കും സുപ്രീം കോടതി ഇടപെട്ട് അതിനെ മാറ്റി. ആ ഒരു ബാൻ ഇപ്പോൾ നിലവിലില്ല. കാരണം സുപ്രീം കോടതി പറഞ്ഞു ബാങ്കുകൾക്ക് ബാങ്കിങ് ഇടപാടുകളും ട്രാൻസാക്ഷൻസും ഡിജിറ്റൽ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ഏജൻസികളുമായി എക്സ്ചേഞ്ചുകളുമായി ചെയ്യുന്നതിനകത്ത് യാതൊരു വിരോധവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിലവിൽ ക്രിപ്റ്റോ കറൻസി എന്ന ഒരു സംഭവം ഇന്ത്യയിൽ ലീഗലി വാലിഡ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം ലീഗൽ ടെൻഡറായി ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാൻ സാധിക്കുമോ, അതായത് സാധുതയുള്ള ഒരു വിനിമയ ഉപാധിയായി ക്രിപ്റ്റോ കറൻസി യൂസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. തീർച്ചയായും അത് ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. അതിന് ഒരു ചെറിയ 1-2 എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം. നമ്മളിപ്പോൾ ഒരു കടയിൽ പോയി ഒരു ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ടിവിയോ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങി നമ്മൾ 500-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ നോട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന് സാധുതയുണ്ടോ? തീർച്ചയായും ഇല്ല. കാരണം 500-ൻ്റെയും 1000-ൻ്റെയും ഒക്കെ നോട്ടുകൾ ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ടതാണ്. അതുപോലെ തന്നെ ഈ സാധനങ്ങൾ വാങ്ങി എൻ്റെ കയ്യിൽ പൈസ ഇല്ല, പകരം എൻ്റെ കയ്യിൽ റിലയൻസിൻ്റെ കുറച്ച് ഷെയറുകളുണ്ട്, ഈ ഷെയറുകൾ ഞാൻ ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ അതിന് സാധുതയുണ്ടോ? അതിനും സാധുതയില്ല. തീർച്ചയായും അതിനും സാധുതയില്ല. അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങുമ്പോൾ പകരമായി പ്രതിഫലമായി കൊടുക്കാവുന്ന ഒരു ഉപാധിയായി അല്ലെങ്കിൽ ഒരു സാധനമായി അല്ലെങ്കിൽ ഒരു സംഭവമായി ക്രിപ്റ്റോ കറൻസി അല്ലെങ്കിൽ ബിറ്റ് കോയിനെ ഇന്ത്യ കൺസിഡർ ചെയ്യുന്നില്ല. ഇനി അടുത്ത ഒരു ടേം നമുക്ക് പരിചയപ്പെടാം, ബ്ലോക്ക് ചെയിൻ. ബ്ലോക്ക് പ്ലസ് ചെയിൻ 2 വേർഡ്സിന്റെ കോമ്പിനേഷനാണ് ബ്ലോക്ക് ചെയിൻ. ക്രിപ്റ്റോ കറൻസി ട്രാൻസാക്ഷൻസ് ലെഡ്ജറിൽ സൂക്ഷിക്കുന്നതിനായിട്ട് കുറച്ച് ആളുകളും അവരുടെ ഒരു നെറ്റ്വർക്കും ഉണ്ട്. ക്രിപ്റ്റോ കറൻസിയിലുള്ള ഏത് കൈമാറ്റവും ഏത് ട്രാൻസ്ഫറും ഈ ലെഡ്ജറിൽ കൃത്യമായി അപ്ഡേറ്റ് ചെയ്യണം. അതിനു മുമ്പ് ഈ ആളുകൾ, ഈ നെറ്റ്വർക്ക് ഈ ട്രാൻസാക്ഷൻസിനെ എല്ലാം വെരിഫൈ ചെയ്യണം. ഇങ്ങനെ വെരിഫൈ ചെയ്യുന്നവരെ മൈനേഴ്സ് എന്നും ഈ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സിനെ മൈനിങ് എന്നുമാണ് വിളിക്കുന്നത്. അതായത് ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തെടുക്കുന്ന ആളുകൾ ഇതിൻ്റെ ചുറ്റുമുണ്ട്. ഈ ക്രിപ്റ്റോ കറൻസി മൈൻ ചെയ്തെടുക്കുന്ന ആളുകളുടെ വെരിഫിക്കേഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് ഒരു X എന്ന് പറയുന്ന ഒരു പാർട്ടി Y എന്ന് പറയുന്ന പാർട്ടിക്ക് കുറച്ച് ക്രിപ്റ്റോ കറൻസികൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഈ ട്രാൻസ്ഫർ എന്ന് പറയുന്ന സംഭവം കംപ്ലീറ്റ് ആവുന്നത്, അത് ലെഡ്ജറിലേക്ക് അപ്ഡേറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ നടത്തുന്ന മൈനേഴ്സിന് എന്താ ലാഭം? അവർ മൈൻ ചെയ്തെടുക്കുന്ന കുറച്ച് ബിറ്റ് കോയിൻസ് തന്നെയാണ് അവരുടെ ലാഭം. അവർക്ക് പ്രതിഫലമായി കുറച്ച് ബിറ്റ് കോയിൻസ് തീർച്ചയായും കിട്ടും. ഈ ഒരു സംവിധാനത്തെ നമുക്ക് ബ്ലോക്ക് ചെയിൻ എന്ന് വിളിക്കാം. അതായത് ബ്ലോക്ക് ചെയിനിൽ ബ്ലോക്ക് എന്ന് പറയുന്നതിനെ നമുക്കൊരു ഡാറ്റാബേസ് ആയി കൺസിഡർ ചെയ്യാം. ഡാറ്റാബേസ് ആയി കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ആൾ X Yക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ Xന്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, Yയുടെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യണം, എത്ര ഫണ്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്, അതിന്റെ മൂല്യം, അതിന്റെ വാല്യൂ, ഇതെല്ലാം സ്റ്റോർ ചെയ്യണം. ഇങ്ങനെ ഒരുപാട് ഡാറ്റ സ്റ്റോർ ചെയ്യുന്ന ഒരു പാത്രത്തെ നമുക്ക് ഡാറ്റാബേസ് ആയി അല്ലെങ്കിൽ ഒരു ബ്ലോക്കായി കൺസിഡർ ചെയ്യാം. അതല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ, ഒരു ഡാറ്റ ട്രാൻസാക്ഷനെ നമുക്കൊരു ബ്ലോക്കായി കൺസിഡർ ചെയ്യാം. ഒരു ബിറ്റ് കോയിൻ കൈമാറ്റം ചെയ്യപ്പെടുമ്പോൾ ഒരു ബ്ലോക്ക് ഓഫ് ഡാറ്റ, അതായത് ക്രിപ്റ്റോ കറൻസിയിൽ സൂചിപ്പിക്കുമ്പോൾ ഒരു ആൽഫ ന്യൂമറിക് കോഡ് നെറ്റ്വർക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും അത് ലെഡ്ജറിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ അതിന്റെ വാല്യൂ ലെഡ്ജറിലേക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതാണ് ഒരു ബ്ലോക്ക് ചെയിൻ്റെ കൺസെപ്റ്റ്. ഇനി ഒരു ട്രാൻസാക്ഷൻ ഒരു ബ്ലോക്കായി സങ്കല്പിക്കുകയാണെങ്കിൽ അടുത്ത ഒരു ട്രാൻസാക്ഷൻ അടുത്ത ഒരു ബ്ലോക്കായി നമുക്ക് കൺസിഡർ ചെയ്യാം.
അപ്പോൾ ആദ്യത്തെ ട്രാൻസാക്ഷൻ അല്ലെങ്കിൽ ആദ്യത്തെ ബ്ലോക്കിന്റെ അവസാനത്തെ ട്രാൻസാക്ഷനിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ ബ്ലോക്കിന്റെ ആദ്യത്തെ ട്രാൻസാക്ഷൻ നിൽക്കുന്നുണ്ടാവുക. എന്ന് വെച്ചാൽ ഒരു ചെയിൻ പോലെ കണക്ട് ചെയ്താണ് ബിറ്റ് കോയിന്റെ ട്രാൻസാക്ഷൻസ് മുഴുവൻ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ ഒരു ബ്ലോക്ക് ബ്രേക്ക് ആവുകയാണെങ്കിലോ അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. അങ്ങനെ ഒരിക്കലും ആവാത്ത രീതിയിലാണ് ഈ ഒരു ബ്ലോക്ക് ചെയിൻ്റെ കൺസ്ട്രക്ഷൻ. ഇനി നമുക്ക് ബിറ്റ് കോയിൻ്റെ ഒരു ഒറിജിനെ കുറിച്ച് പറയാം. 2008 അനൗൺസ് ചെയ്ത് 2009 ഇംപ്ലിമെന്റ് ചെയ്ത ഒരു ക്രിപ്റ്റോ കറൻസിയാണ് ബിറ്റ് കോയിൻ. സതോഷി നക്കാമോട്ടോ എന്ന ആളാണ് ഈ ബിറ്റ് കോയിൻ കണ്ടുപിടിച്ചത്. ഈ സതോഷി നക്കാമോട്ടോ ഒരു വ്യക്തിയാണോ, ആണാണോ, പെണ്ണാണോ, ഒരു ഗ്രൂപ്പാണോ, ഇതൊന്നും ഇന്നും നമുക്കറിയില്ല. പക്ഷേ ഒരു ഫൗണ്ടർ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ സതോഷി നക്കാമോട്ടോ എന്ന ആളെ, ആ ഒരു പേരിനെ ബിറ്റ് കോയിൻ്റെ ഒരു ഫൗണ്ടറായി തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി കറൻസി യൂസേജും ബിറ്റ് കോയിനും തമ്മിലൊരു ഡിഫറൻസ്. കറൻസി എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്ക് അൺലിമിറ്റഡ് എന്ന് പറയാം. നമുക്ക് കറൻസിക്ക് ഷോർട്ടേജോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ചില കൺട്രോൾസിന് വിധേയമായിട്ട് കറൻസി പുതിയതായിട്ട് അടിച്ചിറക്കാൻ പറ്റും. പക്ഷെ ബിറ്റ് കോയിൻ്റെ കേസ് അങ്ങനെയല്ല. ഇന്ന് ടോട്ടലി, അതായത് ലോകത്ത് മൊത്തം 21 മില്യൺ ബിറ്റ് കോയിൻസ് മാത്രമാണ് ഉള്ളൂ. അതിൽ തന്നെ ഇപ്പോൾ ഈ മാസം അടക്കം സർക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് 18.6 മില്യൺ ബിറ്റ് കോയിൻസ് മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം റിസർവിൽ ഇപ്പോഴും ഇരിക്കുക എന്ന് മാത്രം. അപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് മാത്രമാണ് ബിറ്റ് കോയിന് ഉള്ളൂ. ഇനി ഇൻവെസ്റ്റ് ചെയ്യണോ? ബിറ്റ് കോയിനിൽ ഇത്രയും വാല്യൂ പൊങ്ങിക്കൊണ്ട് പോകുന്ന ബിറ്റ് കോയിനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നതാണ് അടുത്തൊരു സംശയം. അതിന് നമുക്കൊരു ഹിസ്റ്ററി നോക്കാം. 2017 ഡിസംബറിൽ $20,000 ആയിരുന്നു ഒരു ബിറ്റ് കോയിൻ്റെ വാല്യൂ. അത് കുറഞ്ഞ് 2020 മാർച്ച് ആയപ്പോൾ $4,000 എത്തി. എന്ന് വെച്ചാൽ 2017 $20,000 ആയിരുന്ന ബിറ്റ് കോയിൻ്റെ വാല്യൂ 2020 മാർച്ചിൽ 4,000 ആയെങ്കിൽ 2021 മെയ് മാസത്തിൽ അത് $56,640 ആണ് വാല്യൂ. ഓരോ 3 മിനിറ്റിലും ഈ ബിറ്റ് കോയിൻ്റെ വാല്യൂ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വോളറ്റൈലാണ്, അത്രയും ഹൈലി ഫ്ലക്ച്വേറ്റിംഗ് ആണ് ബിറ്റ് കോയിൻ്റെ ഒരു യാത്ര. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും സൂക്ഷിക്കണം. ഭയങ്കര റിസ്കിയാണ്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ചെറിയ ഒരു എമൗണ്ട്, നമ്മളെ ഒരു രീതിയിലും ബാധിക്കാത്ത രീതിയിലുള്ള ചെറിയ ഒരു എമൗണ്ട് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നതാണ് എൻ്റെ ഒരു സജഷൻ. ഇനി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഉണ്ടല്ലോ, അതിൽ ഏത് വേണമെന്നൊരു സംശയവും വേണ്ട. തീർച്ചയായും ബിറ്റ് കോയിൻ തന്നെയാണ്. കാരണം ടോട്ടൽ ക്രിപ്റ്റോ കറൻസികൾ 4000-ലധികം ക്രിപ്റ്റോ കറൻസികൾ നിലവിലുണ്ടെങ്കിലും അതിൽ 65% സർക്കുലേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ബിറ്റ് കോയിൻ തന്നെയാണ്. എങ്ങനെ നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാം? ഒരു നല്ല ചോദ്യമാണല്ലോ അല്ലേ? ബിറ്റ് കോയിൻ വാങ്ങാനായിട്ട് ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ പറ്റും. സ്റ്റോക്ക് ട്രേഡേഴ്സിന്റെ കയ്യിൽ നിന്ന്, സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാൻ പറ്റും. അതുപോലെ ബിറ്റ് കോയിൻ ഓൺ ചെയ്തിട്ടുള്ള ബിറ്റ് കോയിൻ ഓണേഴ്സ്, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ കൈവശമുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാനായിട്ട് സാധിക്കും. അറിയപ്പെടുന്ന ബിറ്റ് കോയിൻ ഏജൻസികളാണ് കോയിൻ ബേസ്, ബിനാൻസ് US, കോയിൻ മാമ, ജെമിനി, അങ്ങനെ കുറേ ബിറ്റ് കോയിൻ ഏജൻസികൾ അല്ലെങ്കിൽ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ചുകളുണ്ട്. ഈ ബിറ്റ് കോയിൻ എക്സ്ചേഞ്ചുകളിൽ നിന്ന് നമുക്ക് ബിറ്റ് കോയിൻ വാങ്ങാവുന്നതാണ്. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പറഞ്ഞു $56,640 ആണ് ഇന്നത്തെ ഒരു ബിറ്റ് കോയിന്റെ വാല്യൂ. അപ്പോൾ നമുക്ക് ഒരു ബിറ്റ് കോയിൻ വാങ്ങണമെങ്കിൽ $56,640 കൊടുക്കണോ? തീർച്ചയായും അത് വേണ്ട. നമുക്ക് ഫ്രാക്ഷൻസ് ഓഫ് യൂണിറ്റ് ആയിട്ട് ബിറ്റ് കോയിൻ വാങ്ങാൻ സാധിക്കും. അതായത് 0.001 അത്രയും യൂണിറ്റ് വാങ്ങണോ, അത്രയും യൂണിറ്റ് വാങ്ങിക്കാൻ പറ്റും. ഇനി അതിൽ തന്നെ ചില എക്സ്ചേഞ്ചുകൾ അവരുടെ മിനിമം പർച്ചേസ് വാല്യൂ, അതായത് ചില എക്സ്ചേഞ്ചിൽ മിനിമം $25 വാങ്ങണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. അത് മിനിമം വാല്യൂ ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ മാത്രമേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുള്ളൂ. ബാക്കി നമുക്ക് ഫ്രാക്ഷൻസ് ഓഫ് യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് ബിറ്റ് കോയിൻസ് വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ചെറിയ യൂണിറ്റുകൾ, ഏറ്റവും കുറഞ്ഞ എമൗണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ച് ഇത് എങ്ങോട്ടാണ് എന്താണ് എന്ന് മനസ്സിലാക്കി ഒരു രീതിയിൽ നമ്മൾ മെയിൽ കൊള്ളാത്ത രീതിയിലേക്ക് പർച്ചേസ് ചെയ്യാനാണ് എൻ്റെ ഒരു സജഷൻ. ഞാൻ വീണ്ടും പറയുകയാണ്. ഇനി നമ്മൾ ഈ വാങ്ങുന്ന ബിറ്റ് കോയിൻ എവിടെ സ്റ്റോർ ചെയ്യും എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിന് നമുക്ക് വാളറ്റ് വേണം. അത് ഹോട്ട് വാളറ്റ്, കോൾഡ് വാളറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ടെക്നിക്കൽ ടേംസ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്രയൊന്നും പോകേണ്ട ആവശ്യമില്ല. ബിറ്റ് കോയിനെ കുറിച്ചുള്ള ഏതാണ്ട് ഒരു ബേസിക് നോളജ് കിട്ടി. അതിൻ്റെ ബിറ്റ് കോയിനെ കുറിച്ച്, ക്രിപ്റ്റോ കറൻസിയെ കുറിച്ചൊക്കെ ഒരു ബേസിക് നോളജ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.